நீழல் தரும் இவள் பார்வை வழியெங்கும் இனி தேவை உயிரே உயிரே உயிர் நீதான் என்றால் உடனே வருவாய் உடல் சாகும் முன்னால் அனலின்றி குளிர் வீசும் இது எந்தன் சிறைவாசம் இது நீ மட்டும் வேண்டும் பெண்ணே മോനൊരുങ്ങിയായിരുന്നോ? ഞാൻ നിനക്ക് വേണ്ടിയുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടാ വന്നത്. മോളെന്തിയെ? ഇല്ല മമ്മി, അവള് നേരത്തെ പോയി. മമ്മി ഫുഡ് എവിടെ വെച്ചേക്ക്, ഞാൻ കഴിച്ചോളാം. എന്തിനാടാ ഇങ്ങനൊക്കെ? നിങ്ങൾ രണ്ടും ഒരുമിച്ചല്ലേ വർക്ക് ചെയ്യുന്നത്? അപ്പൊ നിനക്ക് എന്താ അവളെ കൂടി കൊണ്ടുപോയാൽ കുഴപ്പം? നാളെ മുതൽ രണ്ടുപേരും ഒരുമിച്ച് പോയാൽ മതി. ഇല്ല മമ്മി, അങ്ങനെയൊന്നുമില്ല. ഞങ്ങളെപ്പോഴും ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നത്. അവൾക്ക് എന്തോ സാധനം മേടിക്കുന്നുണ്ടെന്നും പറഞ്ഞ് അവള് നേരത്തെ ഇറങ്ങിയത്. നീ കള്ളം പറയാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്നലെ രാത്രി അവള് തന്നെ വന്നിരുന്നൊക്കെ ഞാൻ കണ്ടു. പിന്നെ നിന്റെ പപ്പ നിന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നല്ലേ? എനിക്കറിയാം അയാൾ എന്ത് ഉദ്ദേശത്തിലാണ് വന്നിരിക്കുന്നത്. ആ പ്രോപ്പർട്ടി വിൽക്കാൻ എന്തായാലും ഞാൻ സമ്മതിക്കത്തില്ല. നീ അതിനകത്ത് സൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അതിന് മമ്മിക്ക് എന്താ വേണം? അത് പപ്പയുടെ പ്രോപ്പർട്ടി അല്ലേ? അത് പപ്പയ്ക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. ഏത് വകയല്ല നിന്റെ പപ്പയുടെ പ്രോപ്പർട്ടി? അത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. എന്നിട്ട് അങ്ങാരുടെ പേരിൽ അങ്ങനെ എഴുതി എടുത്തേക്കുന്നത്. എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. നീ എന്തായാലും സൈൻ ഇടാൻ പോകുന്നില്ല. പിന്നെ നീ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യത്തിൽ സംസാരിക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ ഞാനൊന്ന് പറഞ്ഞേക്കാം, അങ്ങയുടെ വാക്ക് കേട്ടിട്ട് നീ വീണ്ടും മമ്മിയെ തള്ളി പറയാനാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ എല്ലാവർക്കും ഞാൻ കാണിച്ചു തരും. ഇനി എന്താ നമ്മുടെ അടുത്ത പ്ലാൻ? എല്ലാ പ്ലാനുകളും മുടങ്ങിക്കുക. നീ ഒരു കാര്യം ചെയ്യും. ഇതെനിക്ക് തോന്നുന്നത് അധികം മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. നീ എല്ലാം പപ്പയോട് സംസാരിക്കുക. പപ്പ എന്തെങ്കിലും വഴി കാണാതിരിക്കത്തില്ല. അതൊന്നും നടക്കുന്ന കാര്യമില്ല. 2 ദിവസത്തേക്ക് ഞാൻ വീട്ടിൽ പോയി നിന്നായിരുന്നു. രണ്ടും കൽപ്പിച്ചെല്ലാം പപ്പയോട് പറയാമെന്ന് തന്നെ ചിന്തിച്ചു. പക്ഷെ പപ്പ ആർക്കോ പൈസ കൊടുക്കാനുണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങേര് വന്നിട്ട് നല്ല പണിയാണ് സമയം അങ്ങ് ഹെൽപ്പ് ചെയ്തു. ഇപ്പൊ പപ്പയ്ക്കൊക്കെ ഭയങ്കര കാര്യം ഇങ്ങേര് വിശ്വസിക്കാൻ തോന്നുന്നില്ല. ഓ, ഇനിയിപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ വിചാരിച്ചത് പുള്ളി ആദ്യം ഒരു കല്യാണം കഴിച്ചു, അതെങ്ങനെയൊക്കെയോ പൈസ മരിച്ചുപോയി. അതിനുശേഷം സെക്കൻഡ് മാരേജ് ആണ് ഞാൻ കഴിച്ചത്. പക്ഷെ ഇപ്പൊ ഇങ്ങനെയൊക്കെയാണല്ലോ. വൈഫ് ജീവിച്ചിരിപ്പുണ്ട്, പുള്ളി വെളിയിൽ വെച്ച് കാണുന്നുണ്ട്. പക്ഷെ രാത്രി ഫുള്ളും എന്തായാലും എന്റെ കൂടെ തന്നെയല്ലേ? അതെനിക്കറിയില്ല. പക്ഷെ ഞാൻ രാവിലെ കണ്ണുറക്കുമ്പോ എന്തായാലും അവിടെ തന്നെ ഉണ്ട്. പക്ഷെ അതൊന്നും അല്ല പ്രശ്നം. മമ്മിക്കൊന്നും അറിയത്തില്ല. കാരണം ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ മമ്മിക്ക് അങ്ങനത്തെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇന്നലെ വേറൊരു സംഭവം ഉണ്ടായി. ഒരാൾ കാണാൻ വന്നിരുന്നു അങ്ങനെ. പക്ഷെ അയാളെ പപ്പേനെ വേണ്ട വിളിച്ചത്. ഇനിയും എനിക്ക് എന്തൊക്കെയോ കുറച്ച് ഡൗട്ടുണ്ട്. എടി പൊട്ടൂസേ, എനിക്ക് തോന്നുന്നത് ഇപ്പം നിന്റെ പപ്പ ഞാൻ പപ്പാന്നല്ലേ വിളിക്കുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും മറ്റേ കൂടെ നടക്കുന്ന വാലിന്റെ വല്ല അച്ഛനായിരിക്കും. അതുവെല്ലാം പോട്ടെ, നമ്മൾ അങ്ങനെ ചിന്തിച്ച സമയം കളയാതെ എനിക്കിനി 1 വർഷം തന്നിട്ടുണ്ട്. ആ 1 വർഷം അദ്ദേഹത്തോടൊപ്പം ജീവിച്ച സമയം കളയാ, അത്രേ ഇപ്പൊ പറയുന്നുള്ളൂ. എനിക്ക് വേറൊരു ഡൗട്ടുണ്ട്. മമ്മിക്ക് ഇഷ്ടമില്ലാത്ത ബന്ധമായിരുന്നു അത്. അപ്പം ഇങ്ങനെയും ചിലപ്പോൾ അവളെ ലവ് ആയിരിക്കാം. അങ്ങനെ ഇവരൊരു ചെറിയ കൂട്ടത്തിലൊരു കല്യാണം. പക്ഷെ പുറത്താർക്കും അറിയത്തില്ല. അങ്ങനെ മമ്മി ഡിസൈഡ് ചെയ്യുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നു. എന്നിട്ട് അവിടെ 1 വർഷം കഴിഞ്ഞ് ഡിവോഴ്സ് ആവുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. മേ ബി അതായിരിക്കും. അങ്ങനെ തന്നെ 1 വർഷം കഴിഞ്ഞ് കളയും. എന്തായാലും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ജീവിക്കാം. ഇപ്പൊ അതേ പറയുന്നുള്ളൂ. എനിക്ക് സമയം പോകുന്നു, ഞാൻ പോവാ. നാളെ കാണാവേ. ഞാൻ നിന്നെ എവിടേക്ക് നോക്കിയെന്നറിയാവോ? ഹായ്, ഇന്നത്താൻ വളരെ സുന്ദരിയായിട്ടുണ്ടല്ലോ. സത്യം പറയാൻ വയ്യല്ലോ, കല്യാണം കഴിഞ്ഞ പിന്നെ താൻ വളരെയധികം സുന്ദരിയായിട്ടുണ്ട് ടെസ. ആണല്ലേ തോന്നും. അല്ല, ഞാനാണ് ഇവിടുത്തെ ഇപ്പൊ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സോ വർക്കില്ലാതെ ചുമ്മാ ഇങ്ങനെ നടക്കാൻ ഞാൻ സാറിൻ്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും. വർക്കൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കെന്തോ നിന്നെ കണ്ടോണ്ടിരിക്കാൻ തോന്നി. അതാണ് എന്റെ അടുത്തോട്ട് ഓടി വന്നത്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നമ്മളിനി ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമായിരിക്കും. താൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അതൊന്ന് നിർത്തിയാൽ കൊള്ളായിരുന്നു. നീ പറഞ്ഞത് ശരിയാ. ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചാണ് നിന്നോട് സംസാരിക്കുന്നത്. നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നിനക്ക് എൻ്റെ അടുത്തോട്ട് എപ്പോൾ വേണേലും ഓടി വരാം.
ഞാൻ എൻ്റെ 2 കൈ കൊണ്ട് സ്വീകരിക്കും. എനിക്കൊന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കാൻ ഇപ്പൊ സമയമില്ല. നിങ്ങൾ കൂടുതൽ എന്നെ ശല്യപ്പെടുത്തുന്നുണ്ടെന്ന് തോന്നുന്നു. ദേവി എന്നോട് ഇങ്ങനത്തെ വർത്താനങ്ങളൊന്നും പറയില്ല. നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. പഴയ കാര്യങ്ങളൊന്നും കുത്തിപ്പൊക്കൊഴിഞ്ഞ് വരരുത്. ഓ, ഏറ്റില്ലെന്ന് തോന്നുന്നു. അവളുടെ ഒരു ചാട. അയ്യോ രസ, നോക്കിയേ, നമ്മുടെ കെവിൻ സാറിന്റെ ഭാര്യയല്ലേ ഇത്. അവൾക്ക് കാണാതിരിക്കാൻ ഒരിക്കലും പറ്റത്തില്ലായിരിക്കും. എന്തൊരു കെയറിങ് അല്ലേ. ഇങ്ങനെയൊക്കെ വേണം ഭാര്യമാരായ. ഹസ്ബൻഡ് ഓഫീസിൽ പോയാൽ അവരുടെ പിന്നാലെ വരിക, ഫുഡ് കൊടുക്കുക. എന്താല്ലേ. അയ്യോ, നമ്മളിനി സംസാരിച്ചെന്ന് പറഞ്ഞ അടുത്തത് വരണ്ട. ടെസ, താൻ ഈ ഫയലിന്ന് അങ്ങോട്ടേക്ക് കൊടുക്കോ പ്ലീസ്. കണ്ടു, വന്ന് ഇവിടെ വരെയായി. അല്ല, ഞാനിപ്പോഴല്ലേ ഇവിടെ വർക്ക് ചെയ്യാൻ വന്നത്. അവരിപ്പോഴും പുറത്ത് വെച്ചായിരുന്നു മീറ്റ് ചെയ്യുന്നത്. ഇതെവിടെ ചെന്ന് എന്റെ അവസാനിക്കും എന്റെ ദൈവമേ. ചെന്ന് രണ്ടെണ്ണത്തിനെയും പൊട്ടിച്ചാലോ? വേണ്ട, തിരിച്ച് ഞാൻ ആരോടും ചോദിച്ചാൽ എന്താ പറയും? എന്റെ ചിരിച്ചു കളിച്ച് അവളുടെ തമനിച്ച് നിൽക്കുന്നു. എന്റെ അടുത്ത് കടിച്ചു കയറാൻ വരുന്ന മോന്തയാണോ അത്? അവള് പോവാൻ തോന്നുന്നു. എന്താ നോക്കുന്നേ? ഇവിടെ എന്തെങ്കിലും ആനമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടോ? സാധാ എല്ലാം ഞാൻ കണ്ടെന്നറിഞ്ഞിട്ട് പേടിക്കേണ്ട മനുഷ്യനകത്ത് എത്ര കൂളായിട്ട് സംസാരിക്കുന്നത്. ഉണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? അയ്യോ, പിണങ്ങല്ലേടി ഭാര്യയെ. ചേട്ടായി തമാശ പറഞ്ഞില്ലേ. മോളിങ്ങി വന്നേ, ചേട്ടായിക്ക് കുറച്ച് കാര്യം അറിയണം. നീ വന്നേ. അയ്യോ, ഇങ്ങർക്കെന്താ വട്ടായോ? മാറടാ അങ്ങോട്ട്. ഇത്ര ഇരിട്ടിയത് പോലും അറിഞ്ഞില്ല. ഇനി വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എന്തുവാണോ അവിടുത്തെ അവസ്ഥ? നീ അങ്ങനെ എന്നെ കേറ്റുമെന്ന് ആർക്കറിയാം. തന്നെ നോക്കി ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തേ. താൻ എന്തിനാ ഇത്ര ലേറ്റ് ആവുന്നേ? അത്രയും വരെയുള്ള വർക്കൊക്കെ ചെയ്താൽ മതി. എന്തിനാ ഓവർ വർക്ക് ചെയ്യുന്നേ? അതെന്ത് എമർജൻസി ആയിട്ടുള്ളൊരു ഫയലായിരുന്നു. അതെന്തായാലും കംപ്ലീറ്റ് ആക്കി. ഇനി എന്തെങ്കിലും സമാധാനത്തോടെ പോയി കിടന്നുറങ്ങാലോ. വണ്ടി കയറ്, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. അതിന്റെ ആവശ്യമില്ല സാർ, ഞാൻ അവിടെ വരെ ഉണ്ട്. അവളെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നോളാം. സാർ പൊക്കോ. ആവശ്യമില്ലെന്ന് അവള് നിന്നോട് പറഞ്ഞു. ഞാൻ നിന്നെ കുറച്ചു നേരമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. എന്താടാ അവളുടെ പിന്നാലെ നിന്നെ ചുറ്റി നടക്കുന്നേ? നിന്റെ പ്രശ്നം എന്താ? അത് പറയാൻ നീ ആരാ? സാറൊക്കെ അങ്ങ് ഓഫീസില്. ഞാൻ പറഞ്ഞില്ലേ അവള് നിന്റെ കൂടി വരുന്നില്ല, നടന്നാ വരുന്നെന്ന്. പിന്നെ നിനക്കെന്താ പ്രശ്നം? എടാ ചെറുക്കൻ, ഞാൻ നിന്നോടല്ലല്ലോ പറയുന്നേ, അവളോടാ ചോദിക്കുന്നത്. നീ എന്തിനാ അതിന് കിടന്ന് മണക്കിനെ? സാർ, നീ ഇതൊന്നും കണ്ടു പേടിക്കേണ്ട ആവശ്യമില്ല. ഇവന്മാരൊക്കെ ഇങ്ങനെ വീട്ടിലൊന്നും ഇങ്ങനെ കൂടെ നടക്കാൻ ഒന്നിനെയും കൊണ്ട് നടക്കും. അതൊക്കെ ഇവന്മാരുടെ സ്വഭാവം. ബായിങ്ങോട്ട്, നീ എന്തിനാ ഇതൊക്കെ മൈൻഡ് ചെയ്യാൻ പോന്നെ? നിന്റെ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിലേ നിന്റെ പല്ലിന്റെ എണ്ണം കുറയും. അല്ല, എന്റെ ഭാര്യ അടുത്ത് സംസാരിക്കുന്ന നിനക്കെന്താണ് പ്രശ്നം? ഞാൻ എന്റെ ഭാര്യ അടുത്താ സംസാരിക്കുന്നത്. വെറുതെ അതിന്റെ ഇടയ്ക്കിട്ട് നിന്ന് കയറണ്ട. കയറി വേണ്ടിയില്ല. വൈഫോ? അപ്പൊ മറ്റേ പെണ്ണ്? ഇവള് പറഞ്ഞു ഇവള് ഹസ്ബൻഡ് വീട്ടിലുള്ള കണ്ടെന്നല്ലേ. അയ്യോ, അവളുടെ മുമ്പിൽ കുറച്ച് ഷോ കാണിക്കാന്ന് വെച്ചപ്പോ നാളെ ജോലിയും പോകും.